ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ അതിമനോഹരമായ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാം ഒന്ന് കാണാം. അതിമനോഹരമായ നെഹ്റു സ്റ്റേഡിയം. ഇത് ഹാനോയ് നഗരത്തിന് നടുവിലുള്ള ഹോവാൻ കിയം തടാകം. ആഘോഷ കേന്ദ്രങ്ങളും റെസ്റ്റോറന്റുകളും പൈതൃക മന്ദിരങ്ങളുമെല്ലാം പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ഇത് തടാകത്തിലെ തേ ഹുക്ക് പാലമാണ്. തടാകത്തിന് മധ്യത്തിലെ ടെമ്പിൾ ഓഫ് ജേഡ് മൗണ്ടനിലേക്കുള്ള പാലം. ദോങ്കിൻ നിയാത്തുക് സ്ക്വയറാണിത്. സന്ധ്യയാവുമ്പോഴേക്കും ഗതാഗതമെല്ലാം നിരോധിച്ച് ആഘോഷത്തിന്റെ തെരുവുകളായി മാറും ഇതെല്ലാം. യുവാക്കളുടെ സംഘങ്ങൾ നൃത്തം ചെയ്യുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളുടെ സായന്തനങ്ങൾ ഇവിടെ ആഘോഷപൂരിതമാണ്. ചിലയിടത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നു. വീക്കെൻഡ് ആകുമ്പോൾ ജനത്തെ ആഘോഷത്തിൽ ആറാടിക്കുക എന്നത് ഗവൺമെന്റിന്റെ ജോലിയായി മാറിയിരിക്കുന്നെന്ന് തോന്നും ഇതിലെ നടക്കുമ്പോൾ. സ്ക്വയറിലെ കാഴ്ചകളിൽ നിന്ന് വേറൊരു തെരുവിലേക്ക് നടന്നു. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. താ ഹിയൻ സ്ട്രീറ്റ് എന്നാണ് ഇതിന്റെ പേര്. ജനം ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. നേരം 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നോടൊപ്പമുള്ള രഞ്ജു പറഞ്ഞത് 10 മണി കഴിയണം ഇവിടുത്തെ യഥാർത്ഥ തിരക്ക് കാണണമെങ്കിൽ എന്നാണ്. ഒരു കാര്യം മനസ്സിലായി. നഗരത്തിലെ വീടുകളിലൊന്നും ഈ നേരത്ത് ആളുകൾ ഉണ്ടാവില്ല. എല്ലാവരും തെരുവിലേക്കിറങ്ങുന്നു. അവരെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് തന്നെ ഒരു ആനന്ദമാണ്. അവർ തെരുവോരത്തെ ഷോപ്പുകളിലും ഭക്ഷണശാലകളിലും കയറുന്നു. അവർക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കടകൾ, കരകൗശല വസ്തുക്കളും പെയിന്റിങ്ങുകളും എല്ലാം വിൽക്കുന്ന കടകളാണ്. സ്വദേശികളും സാധനങ്ങൾ വാങ്ങാനെത്തുന്ന കടകളാണ്. കച്ചവടക്കാരികളായി അവിടെ വിയറ്റ്നാമീസ് യുവതികൾ. പാതിരാത്രി വരെയും ഈ കട ഇങ്ങനെ തുറന്നിരിക്കും. കടകളുടെ മുകൾ നില ഇവരുടെ താമസയിടങ്ങളാണ്. ചൂരൽ കൊട്ടകൾ വാങ്ങണമെന്ന് ആർക്കും തോന്നിപ്പോകുന്ന പെർഫെക്ഷനാണ്. ടീഷർട്ടുകൾ, പെയിന്റിങ്ങുകൾ. ഇന്ത്യയിൽ ഇത്രയേറെ വൈവിധ്യമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന സ്ഥലം കാണാനാവില്ല. വാങ്ങാൻ ആഗ്രഹം ജനിപ്പിക്കുന്ന സാധനങ്ങളുടെ കടകൾ. സൗന്ദര്യവും വൈവിധ്യവുമുള്ള ഉൽപ്പന്നങ്ങൾ.